ജനം ടി വി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി തൊടുപുഴ സരസ്വതി വിദ്യാനികേതൻ ഹൈസ്കൂളിൽ നടന്നു. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കേരള ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫും ക്യാമ്പയിന്റെ ഭാഗമായി. ലഹരിക്കെതിരായ പോരാട്ടം കുട്ടികളിൽ നിന്നും ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ കേരള ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് എത്തിയതോടെ ആവേശത്തിലായി. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത അദ്ദേഹം കഥകളിലൂടെ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ: മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന വലിയ വിപത്താണെന്ന് ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യകരവും സമാധാനപൂർണവുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായി എൻ്റെ സുഹൃത്തുക്കളെയും സഹജീവികളെയും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. സമൂഹത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കുചേരും. ലഹരിമുക്തമായ ആരോഗ്യവും സന്തോഷവുമുള്ള ഒരു നല്ല നാളേക്കായി പ്രവർത്തിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ടാർഗറ്റ് സെറ്റ് ചെയ്ത് അത് നമ്മൾ ടിക്ക് ചെയ്ത് നമ്മളൊരു ദിവസം ആഴ്ചയിലങ്ങ് എഴുതി വയ്ക്കുക. അപ്പം ആ ആഴ്ച അവസാനം ഈ ആഴ്ച ഞാൻ എന്തൊക്കെ ചെയ്തു ആ ഷീറ്റ് കാണുമ്പോൾ ഉറപ്പാണ് നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാവും. ടാർഗറ്റ് സെറ്റ് ചെയ്ത് പോയി അത് നിങ്ങൾക്ക് ഞാൻ ഡ്രഗ്സിനെതിരെ എന്നല്ല, ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവ് ഉണ്ടാക്കുവാനുള്ള ഒരു കാര്യമാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ധന്യ സി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജനം ടി വിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്ന പേരിൽ ലഹരിക്കെതിരായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ക്യാമ്പയിനിങ് പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിക്കെതിരായി അതിശക്തമായ ക്യാമ്പയിനിങ്ങാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ഇതുപോലെ മറ്റ് മേഖലകളിലെല്ലാം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിധത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് സമാനതകളില്ലാത്ത വിധം കേരള ജനതയുടെ മനസ്സ് കവരുക മാത്രമല്ല, എല്ലാവരും ആ പദ്ധതിയിൽ പങ്കാളികളായിക്കൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ഇടപെടലുകളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമുക്തി ജില്ലാ കോർഡിനേറ്ററും സൈക്കോളജിസ്റ്റുമായ ടിജോ ദാസ് കുട്ടികളുമായി സംവദിച്ചു. എന്തുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് എല്ലാവരും പറയുന്നത്? എന്തുത്തരം പറയും? എന്തുത്തരം നിങ്ങൾക്ക് പറയാം? നിങ്ങൾ നല്ല നിശബ്ദരായ കുട്ടികളാവരുത്.
വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് എന്തും പറയാനുള്ള ധൈര്യമാണ്. കാരണം നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് വിദ്യാർത്ഥിയായിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എല്ലാത്തിനെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ശരിയായ ഉത്തരം അറിയാമായിരുന്നെങ്കിൽ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ പ്രായം എന്തിനുള്ള പ്രായമാണ്? നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന എന്ത് മണ്ടത്തരവും ധൈര്യപൂർവ്വം പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. പിന്നെ എന്ത് ചെയ്യണം? ഇരിക്കുന്നിടത്തിരുന്ന് കൈയുയർത്തി സംസാരിക്കുക. ഇതാണ് ഏറ്റവും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട രീതി. ഓക്കെ, നിങ്ങൾക്ക് എന്തും പറയാം. ഓക്കെ, തെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഓക്കെ, പറഞ്ഞു. ഇരുന്നോണ്ട് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. കേട്ടില്ല. കുടുംബം നശിപ്പിക്കുന്നു. ഓക്കെ. ജിടെക് ഏരിയ ഡയറക്ടർ നോബിൾ സുദർശനൻ ആശംസകൾ അറിയിച്ചു. തുടർന്ന് ശബരി ബാലികാ സദനത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച പ്രത്യേക കലാപരിപാടികളും നടന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജിടെക് എഡ്യൂക്കേഷൻ, ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽ, ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോത്തീസ്, ആസ്ട്രൽ മിംസ് ഹോസ്പിറ്റൽ, യുജിഎസ് ഗോൾഡ് പ്ലാൻ, അർബൻ കിസാൻ അഗ്രി MSc സൊസൈറ്റി ലിമിറ്റഡ്, PK ദാസ് ഡീഡ് യൂണിവേഴ്സിറ്റി, സന്തോഷ് ബ്രഹ്മി എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരം ലഭിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ 3ാം സീസൺ പുരോഗമിക്കുന്നത്. ജനം, ഇടുക്കി.